നടി പവിത്ര ജയറാമിന്റെ മരണത്തിനു പിന്നാലെ ആത്മസുഹൃത്തായ ചന്ദ്രകാന്തും മരിച്ച നിലയിൽ. അൽക്കാപൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ചന്ദ്രകാന്തിനെ. പവിത്ര ജയറാം മരിച്ച് 6ാം ദിവസമാണ് ചന്ദ്രകാന്തിന്റെയും വിയോഗം. താരങ്ങളുടെ പെട്ടെന്നുള്ള വിയോഗത്തിന്റെ ഞെട്ടലാണ് തെലുങ്ക് സീരിയൽ ലോകം. തെലുങ്കിലെ പ്രശസ്ത ടെലിവിഷൻ താരമാണ് ചന്തു എന്ന് വിളിക്കുന്ന ചന്ദ്രകാന്ത്. നടനെ ആത്മഹത്യ ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത്. ചന്തുവിന്റെ ആത്മസുഹൃത്തും പ്രണയിനിയുമായിരുന്നു നടി പവിത്ര ജയറാം. പവിത്രയുടെ മരണം താങ്ങാനാവാത്തതിനെ തുടർന്ന് ചന്ദ്രകാന്ത് വിഷാദത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ ചന്ദ്രകാന്തിനെ വിളിച്ചിട്ട് കിട്ടാതെ വന്നതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് സ്വന്തം വീട്ടിൽ ചന്ദ്രകാന്തിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. നടന്റെ ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു. ത്രിനയനി എന്ന ഹിറ്റ് ടെലിവിഷൻ സീരിയലിലൂടെയാണ് ചന്ദ്രകാന്ത് പ്രേക്ഷകർക്ക് പ്രിയങ്കരനാകുന്നത്. ഇതേ സീരിയലിൽ തന്നെ നായികയായി പവിത്ര ജയറാമും അഭിനയിച്ചിരുന്നു. അവിടെ നിന്നും തുടങ്ങിയ ബന്ധം പിന്നീട് പ്രണയത്തിലേക്കും എത്തി. നേരത്തെ വിവാഹിതനായിരുന്നുവെങ്കിലും പവിത്രയുമായുള്ള ബന്ധം ചന്തു തുടർന്നു പോവുകയായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് അപകടത്തിലൂടെ പവിത്ര മരണപ്പെടുന്നത്. ഇത് ചന്ദ്രകാന്തിനെ വല്ലാതെ ബാധിച്ചു. അപകടം നടക്കുമ്പോൾ പവിത്രയുടെ കൂടെ വാഹനത്തിൽ ചന്ദ്രകാന്തും ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപകടം കണ്ടതിന്റെയും തന്റെ പ്രിയപ്പെട്ടവൾ നഷ്ടപ്പെട്ടതും ചന്ദ്രകാന്തിനെ ആകെ തളർത്തിക്കളഞ്ഞതാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. താരങ്ങൾ വൈകാതെ വിവാഹിതരാകാനുള്ള മുന്നൊരുക്കത്തിലായിരുന്നു. ഇക്കാര്യം ഒരു അഭിമുഖത്തിൽ ഇരുവരും പറഞ്ഞിട്ടുമുണ്ട്. ഇതിനു പിന്നാലെയാണ് ദാരുണമായ മരണം സംഭവിക്കുന്നത്. അതേസമയം ഭർത്താവിന്റെ വിയോഗത്തിൽ പ്രതികരണവുമായി ചന്ദ്രകാന്തിന്റെ ഭാര്യയും രംഗത്ത് വന്നിട്ടുണ്ട്. പവിത്രയുടെ മരണത്തിന് പിന്നാലെയാണ് ചന്തുവിന്റെ ഭാര്യ ശില്പ സംസാരിച്ചത്. പവിത്രയുടെ വേർപാട് തനിക്ക് സഹിക്കാൻ കഴിയുന്നതല്ല എന്നും, എന്നിരുന്നാലും പവിത്ര തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതോടെയാണ് ഭർത്താവും താനും തമ്മിൽ അകൽച്ച ഉണ്ടാകുന്നതെന്നും ശില്പ പറയുന്നുണ്ട്. പിന്നീട് വഴക്കുകൾ തുടങ്ങുകയായിരുന്നു. ഇപ്പോൾ കുറച്ചു കാലമായി ചന്തു തന്നിൽ നിന്നും അകന്നാണ് ജീവിച്ചിരുന്നതെന്നും ശില്പ പറയുന്നു. താനും ചന്തുവും പ്രണയിച്ച് വിവാഹിതരായവരാണ്. 11 വർഷക്കാലമായി തങ്ങൾ പ്രണയത്തിലായിരുന്നു. അതിനുശേഷമാണ് വിവാഹിതരായത്. വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് മാതാപിതാക്കളെയും ജ്യേഷ്ഠനെയും ഒക്കെ സമ്മതിപ്പിച്ചതിനു ശേഷം 2015 വിവാഹം കഴിക്കുന്നതെന്നും ശില്പ പറയുന്നുണ്ട്. 8 വയസ്സുള്ള മകളും 4 വയസ്സുള്ള മകനും ഇവർക്കുണ്ട്. ചന്തു പ്രണയത്തിലായതു മുതൽ തന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ആളായിരുന്നുവെന്നും, ഷൂട്ടിന് പോയി മടങ്ങി വന്നതിന് ശേഷം ഓരോ മിനിറ്റും നടന്ന കാര്യങ്ങളും തന്നോട് പറയുമായിരുന്നുവെന്നും ശില്പ പറയുന്നു. തന്നെയല്ലാതെ മറ്റാരെയും ചന്തു ശ്രദ്ധിക്കാറ് പോലും ഇല്ലായിരുന്നുവെന്നും ശില്പ പറയുന്നുണ്ട്. എന്നാൽ ലോക്ക്ഡൌൺ കാലത്താണ് ചന്ദ്രകാന്തിന് മാറ്റങ്ങൾ വരുന്നത്. ചന്ദ്രകാന്തിന്റെ സുഹൃത്തുക്കൾ വഴിയാണ് ബാക്കിയുള്ള കഥകളൊക്കെ താൻ അറിയുന്നതെന്നും, അതോടെ ചന്ദ്രകാന്തിന് പെട്ടെന്നൊരു മാറ്റം വന്നുവെന്നും, പിന്നീട് ചന്ദ്രകാന്ത് തന്നെ തിരിഞ്ഞു നോക്കുക പോലും ഇല്ലാതായി എന്നും ശില്പ തുറന്നു പറയുന്നുണ്ട്. പവിത്ര ജയറാമുമായി പ്രണയത്തിലായതോടെ പവിത്രയുടെ ഒപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കാൻ താൻ ചന്ദ്രകാന്തിനോട് പറഞ്ഞതാണ്. 4 വർഷത്തോളമായി തന്നോട് സംസാരിക്കാറില്ല എന്നും, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കുട്ടികളോട് മാത്രം പറയുകയാണ് ചെയ്യുകയെന്നും, താനും അങ്ങനെയാണെന്നും അവരത് ചന്ദ്രുവിനെ അറിയിക്കാറുണ്ടെന്നും, അങ്ങനെയായിരുന്നു ഏറെക്കാലമായി തങ്ങളുടെ ജീവിതമെന്നും ശില്പ പറയുന്നു. ആന്ധ്രാപ്രദേശിലെ മെഹബൂബ നഗറിന് സമീപത്ത് വെച്ചായിരുന്നു പവിത്ര ജയറാമിന്റെ മരണത്തിനിടയാക്കിയ അപകടം നടന്നത്. പവിത്ര സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പവിത്ര ജയറാം മരണപ്പെട്ടു. ഷൂട്ട് കഴിഞ്ഞ് കർണാടകയിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. എന്തായാലും ഇരുവരുടെയും മരണത്തിന്റെ ഞെട്ടലിലാണ് തെലുങ്ക് സീരിയൽ ലോകം. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.